യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ അടുത്ത ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം പഠിച്ചിരുന്നു? എന്താണ് മെഷർമെൻ്റ് എന്ന് പഠിച്ചു, എന്താണ് യൂണിറ്റ്സ് എന്ന് പഠിച്ചു, പിന്നെ ഡിറൈവ്ഡ് യൂണിറ്റ്സും അതുപോലെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും പഠിച്ചു. ഇനി എപ്പോഴാണ് യൂണിറ്റിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള മെഷർമെൻ്റ് സമയത്താണ്. സോ ഹിയർ first we will learn about measurement of length. So there are two types of measurement of length. One is direct method and another one is indirect method. നമുക്ക് നേരിട്ട് അളക്കാൻ കഴിയുന്ന ലെങ്ത് മെഷർമെൻ്റ് ഉണ്ട്, അതുപോലെ ഇൻഡയറക്റ്റ് വഴി കൂടെ അളക്കാൻ പറ്റുന്ന ലെങ്ത് മെഷർമെൻറ്റും ഉണ്ട്. എപ്പോഴാണ് നമ്മൾ ഡയറക്റ്റ് ഉപയോഗിക്കുക, എപ്പോഴാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഉപയോഗിക്കുക? ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് വഴി, ഏതെങ്കിലും ടൂൾസ് വഴി നമുക്ക് അളക്കാൻ കഴിയുന്ന ലെങ്ത്തുകളാണ് സാധാരണ ഡയറക്റ്റ് മെത്തേഡിൽ വരാറുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ കയ്യിലുള്ള സ്കെയിൽ ഉപയോഗിച്ചിട്ട്, അല്ലെ 15 സെൻറ്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ലെങ്ത് മെഷർ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നേരത്തേക്ക്. അതുപോലെ മീറ്റർ സ്കെയിൽ, നമ്മൾ സാധാരണ പറയാനുള്ള ഒരു സ്റ്റാൻഡേർഡ് മെഷറിംഗ് ടൂൾ എന്ന് പറയുന്നത് മീറ്റർ സ്കെയിലാണ്. മീറ്റർ സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ തുണിയൊക്കെ ക്ലോത്തൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലിയ മീറ്റർ സ്കെയിലുണ്ട്. സോ മീറ്റർ സ്കെയിൽ ഈസ് യൂസ്ഡ് ഫോർ ഡയറക്റ്റ് മെഷർമെൻറ്റ്. നമുക്കത് ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെങ്ത്ത് മെഷർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഗ്രാഫ് പേപ്പറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ലെങ്ത്ത് എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? ആ 15 സെൻറ്റിമീറ്റർ സ്കെയിലാണ്. പിന്നെ വേറൊന്നാണ് വെർനിയർ കാലിപ്പേഴ്സ്, സ്ക്രൂ ഗേജ്, സ്പിറോമീറ്റർ. ഈ ഉപകരണങ്ങളെല്ലാം, വെർനിയർ കാലിപ്പേഴ്സ്, സ്ക്രൂ ഗേജ്, സ്പിറോമീറ്റർ എന്നീ ഉപകരണങ്ങളെല്ലാം നിങ്ങൾ +1 പ്രാക്ടിക്കലിൽ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന ഉപകരണങ്ങളാണ്. ലാബിൽ കയറി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഉപകരണങ്ങളാണ് വെർനിയർ കാലിപ്പേഴ്സും സ്ക്രൂ ഗേജും സ്പിറോമീറ്ററും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതാണെന്ത്? മീറ്റർ സ്കെയിൽ. ഇതാണ് നമ്മൾ ഡയറക്റ്റ് മെഷർമെൻറ്റ് വേണ്ടി ഉപയോഗിക്കുന്ന മീറ്റർ സ്കെയിൽ. ഇതിൻ്റെ പേരാണ് വെർനിയർ കാലിപ്പേഴ്സ്. ഈ വെർനിയർ കാലിപ്പേഴ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ലെങ്ത് മെഷർ ചെയ്യുക എന്ന് നമുക്ക് ലാബിൽ പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഈ ഉപകരണം ഉപയോഗിച്ച് നമുക്ക് ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റും, ഹൈറ്റൊക്കെ മെഷർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ലാബിൽ പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് സ്ക്രൂ ഗേജ്. ഇതൊരു മെഷർമെൻറ്റ് നിങ്ങൾക്ക് കാണാം, ഒരു വയറിൻ്റെ ഡയാമീറ്റർ മെഷർ ചെയ്യുന്ന ഇവിടെ കാണാം. ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നൊരു ഉപകരണമാണ്. ഇതിൻ്റെ പേരാണ് സ്പിറോമീറ്റർ. നമ്മൾ ഗ്ലാസിൻ്റെയൊക്കെ തിക്നെസ്സോ ലെൻസിൻ്റെയൊക്കെ തിക്നെസ്സോ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇത് നിങ്ങൾക്ക് ലാബിൽ വെച്ച് ചെയ്യാനുള്ളൊരു പരീക്ഷണമാണ്. അപ്പോൾ ഈ ഉപകരണങ്ങളെല്ലാം നമ്മൾ ഡയറക്റ്റ് മെഷർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇൻഡയറക്റ്റ് മെഷർമെൻറ്റ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദി മെഷർമെൻറ്റ് ഓഫ് ലാർജ് ഡിസ്റ്റൻസ്. വളരെ ഉയർന്ന അകലങ്ങൾ നമുക്ക് ഇതുപോലെ ഒരു സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ പറ്റുന്ന ദൂരത്തിലായിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിക്കും. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലായ്പ്പോഴും എന്താണ്? മെഷർമെൻറ്റ് ഓഫ് ലാർജ് ഡിസ്റ്റൻസ് ആണ്. ആൻഡ് വി ഹാവ് വൺ മാത്തമെറ്റിക്കൽ ടൂൾ ഫോർ ദിസ് ലാർജ് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ്. പാരലാക്സ് മെത്തേഡ് ആണ് ഇതിൻ്റെ പേര്. പാരലാക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വളരെ വിദൂരങ്ങളായിട്ടുള്ള അകലങ്ങളൊക്കെ നമുക്ക് അളക്കാൻ കഴിയുന്നത്. സോ വാട്ട് ഈസ് പാരലാക്സ്? The definition of parallax is like this: the apparent change in the position of an object when viewed from two different points. ഒരു എന്നോട് മിസ്സിംഗ് ആണ്, സോറി. POINTS എന്ന് വേണം. പോയിന്റ്സ് ഈസ് കോൾഡ് പാരലാക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അപ്പാരന്റ് ചേഞ്ച്? അപ്പാരന്റ് മീൻസ് നോട്ട് റിയൽ. ശരിക്ക് സംഭവിക്കുന്നില്ല, പക്ഷേ സംഭവിക്കുന്നവരെ തോന്നുന്നതാണ് അപ്പാരന്റ്. അപ്പാരന്റ് ചേഞ്ച് മീൻസ് ഒരു മാറ്റമുണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് റിയൽ. ഒരു തോന്നൽ മാത്രമായിട്ടുള്ള മാറ്റമാണ്, എന്ത്? മാറുന്ന പോലെ തോന്നുന്ന അവസ്ഥയാണ് അപ്പാരന്റ് ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് വെൻ വ്യൂഡ് ഫ്രം ടു ഡിഫറെൻറ്റ് പോയിന്റ്സ് ഈസ് കോൾഡ് പാരലാക്സ്. അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ രണ്ട് വ്യത്യസ്ത ബിന്ദുക്കളിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ഥാനം മാറുന്നത് പോലെ തോന്നുന്നതിനെയാണ് പാരലാക്സ് എന്ന് പറയുന്നത്. ഇതിന് ഒരു എക്സാമ്പിൾ ഇവിടെ നമുക്ക് ചെയ്ത് കാണിക്കാം. ഉദാഹരണമായിട്ട് ഈ സ്ക്രീനിൽ ഇപ്പോൾ ഒരു ചുമന്ന ഡോട്ട്
നിങ്ങൾ കാണാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ക്രീൻ കുറച്ച് അകലെയാക്കി വെച്ചിട്ട്, ലാപ്ടോപ്പ് ആണെങ്കിലും ഫോൺ ആണെങ്കിലും കുറച്ച് അകലെയാക്കി വെച്ചിട്ട്, ഇപ്പോൾ നിങ്ങൾക്കൊരു ചുമന്ന ഡോട്ട് കാണാം. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു കണ്ണ് അടച്ചു പിടിച്ച് ഈ ഡോട്ടിലേക്ക് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ളൊരു പേന അത് വെർട്ടിക്കൽ പൊസിഷൻ കുത്തനെ പിടിച്ചിട്ട് നിങ്ങളുടെ തുറന്നു വെച്ച കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ ആ ചുവന്ന ഡോട്ട് കാണാൻ പാടില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ചുവന്ന ഡോട്ട് കാണാമല്ലോ, അപ്പോൾ നിങ്ങളുടെ സ്ക്രീൻ കുറച്ച് അകലേക്ക് വയ്ക്കുക, കുറച്ച് ദൂരേക്ക് വയ്ക്കുക. കണ്ണിനോട് ചേർത്ത് വെക്കാതെ കുറച്ച് ദൂരേക്ക് വെച്ച ശേഷം ഒരു പേന എടുത്തിട്ട് കുത്തനെ വെർട്ടിക്കൽ പിടിക്കുക, വെർട്ടിക്കൽ പൊസിഷനിൽ പിടിക്കുക. എന്നിട്ട് ഒരു കണ്ണടച്ചിട്ട് മറ്റേ കണ്ണുകൊണ്ട് മാത്രം ഈ ഡോട്ടിനെ നോക്കുക. അപ്പോൾ ഈ ഡോട്ട് കാണുന്ന സമയത്ത് നിങ്ങൾ ആ ഡോട്ട് മറയത്തക്ക രീതിയിൽ നിങ്ങളുടെ പേന നിങ്ങളുടെ കണ്ണിനെ നേരെ മുമ്പിൽ പിടിക്കുക. ഓക്കെ, പേന വെർട്ടിക്കൽ പൊസിഷനിൽ നിങ്ങളുടെ കണ്ണിന് നേരെ പിടിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഡോട്ട് കാണുന്നില്ല. ഇനി നിങ്ങൾ തല അനക്കാതെ, ഈ നിങ്ങളുടെ വിരലനക്കാതെ അടച്ച കണ്ണ് തുറക്കുകയും തുറന്ന കണ്ണ് അടയ്ക്കുകയും ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഇപ്പോൾ നിങ്ങൾക്ക് കൈയിൻ്റെ വിരൽ മാറിയതുപോലെ തോന്നും അല്ലേ? കൈയിൻ്റെ വിരലിൻ്റെ സ്ഥാനം പെട്ടെന്ന് മാറിയതുപോലെ തോന്നും. ശരിക്കും നിങ്ങളുടെ വിരലോട് മാറിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്നാൽ അത് തോന്നൽ വരുന്നു, അങ്ങനെ മാറിയതായിട്ട് തോന്നൽ വരുന്നു. ഇങ്ങനെയുള്ള ഒരു അപ്പാരൻ്റ് ചേഞ്ചിനെയാണ്, ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിന് വരുന്ന മാറ്റം, അത് ശരിക്കുള്ളതല്ല, വ്യത്യസ്ത ബിന്ദുക്കളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറിയതുപോലെ അനുഭവപ്പെടുന്നതിനെ പറയുന്ന പേരാണ് പാരലാക്സ്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കുത്തനെ പിടിച്ച പേന കണ്ണിന് മുമ്പിലുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അടച്ച കണ്ണ് തുറക്കുകയും തുറന്ന കണ്ണ് അടയ്ക്കുകയും ചെയ്യുക. അപ്പോൾ പേനയാണെങ്കിൽ ആ പേനയുടെ സ്ഥാനം മാറിയതുപോലെ തോന്നും. ഇനി ഒരു വിരൽ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഈ ഡോട്ടിനെ മറയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ച കണ്ണ് തുറക്കുകയും അതേസമയം തന്നെ തുറന്ന കണ്ണ് അടയ്ക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ വിരലിൻ്റെ സ്ഥാനം മാറിയതുപോലെ തോന്നും. ഓക്കെ, ഇങ്ങനെ ഉള്ള ഒരു മാറ്റം തോന്നുന്നതിന് പറയുന്ന പേരാണ് എന്ത്? പാരലാക്സ്. അപ്പാരന്റ് ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് എൻ ഒബ്ജെക്ട് വെൻ വ്യൂഡ് ഫ്രം ടു ഡിഫറെന്റ് പോയിന്റ്സ് ഈസ് കാൾഡ് പാരലാക്സ്. നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ, ഇത് നമുക്ക് ഈ പാരലാക്സ് മെത്തേഡ് ഉപയോഗിച്ച് കാണാൻ പറ്റും. സോ ഹൗ ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ യൂസിങ് പാരലാക്സ് മെത്തേഡ്. അതിനുവേണ്ടി ആദ്യം നമുക്ക് എർത്തിൻ്റെയും മൂണിൻ്റെയും ഡയഗ്രം വരയ്ക്കാം. ഇവിടെ നിങ്ങൾക്ക് എർത്ത് കാണാം, അതുപോലെ മൂണിനെയും കാണാം. ഇനി അടുത്തായിട്ട് ചെയ്യുന്നത് എർത്തിലെ രണ്ട് ഡിഫറെൻറ്റ് പോയിന്റ്സ് എടുക്കുകയാണ്. അത് നമ്മൾ എ എന്നും ബി എന്നും മാർക്ക് ചെയ്യുന്നു. അങ്ങനെ എയിൽ നിന്നും ബിയിൽ നിന്നും നമ്മൾ മൂണിലെ ഒരു പോയിന്റിലേക്ക് നോക്കുകയാണ്. സോ വി ആർ വാച്ചിങ് മൂൺ ഫ്രം ടു ഡിഫറെൻറ്റ് പോയിന്റ്സ് ഓൺ എർത്ത്. നമ്മൾ സാധാരണ ചെയ്യാറുള്ള ടെലസ്കോപ്പൊക്കെ ഉപയോഗിച്ചത് ചെയ്യാറുള്ളത്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലും നമുക്കൊരു ടെലസ്കോപ്പ് സ്ഥാപിക്കാൻ കഴിയും. എക്കും ബിക്കും ഇടയ്ക്കുള്ള അകലം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. കാര്യം ഇത് എർത്തിൽ നിന്ന് ചെയ്യുന്ന പരീക്ഷണമായതുകൊണ്ട് നമ്മൾ നോക്കുന്ന രണ്ട് ബിന്ദുക്കളായ എയുടെയും ബിയുടെയും അകലം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് മൂണിനെ നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും സപ്പോസ് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ബിയിൽ നിന്ന് മൂണിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ്. അപ്പോൾ നമ്മൾ നോക്കുന്ന ലൈൻ ഓഫ് സൈറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്ന രണ്ട് രേഖകൾ. എ ബി എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്ന അല്ലെങ്കിൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള അകലമാണ് എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സങ്കല്പിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അകലങ്ങളെ നമ്മൾ മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വ്യത്യസ്ത ഡിസ്റ്റൻസിനെ മാർക്ക് ചെയ്യാണ്. ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ആർക്ക് ഫോം ചെയ്ത് കാണാൻ പറ്റും. ഈ ആർക്കിൻ്റെ റേഡിയസ് ആണ് എന്ത്? ആർ എന്ന് പറയുന്നത്. എക്കും ബിക്കും ഇടയ്ക്കുള്ള ആർക്കിൻ്റെ ലെങ്ത് ആണ് ആർക്ക് എ ബി. അപ്പോൾ എക്കും ബിക്കും ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ആർക്കിൻ്റെ ലെങ്ത് ആർക്ക് എ ബി. ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് എ ആൻഡ് ബി ടു ദി മൂൺ. ആക്ച്വലി എ ആൻഡ് ബി എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിലെ രണ്ട് പോയിന്റ്സ് ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഡിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? അത് എർത്തിൻ്റെ സർഫസിൽ നിന്നും മൂണിലേക്കുള്ള അകലമാണ്. ഓക്കെ, നൗ ഫ്രം ദ എലമെൻ്ററി ക്ലാസ്സസ് യു നോ വാട്ട് ഈസ് തീറ്റ. തീറ്റ ഈസ് ഈക്വൽ ടു
arc AB by R. Okay, this angle theta is equal to arc length divided by radius, right? Angle theta is equal to arc length divided by radius. Arc length എന്താണ് ഇവിടെ? Arc length എന്ന് പറയുന്നത് arc AB distance. Okay, arc AB ആണ് arc length. Divided by radius ആണ് എന്ത്? R എന്ന് പറയുന്നത്. So theta is equal to arc AB by R. But for small angle theta, arc length will be equal to the straight line distance between A and B. എന്ന് വെച്ചാൽ ആംഗിൾ തീറ്റ ചെറുതാണെങ്കിൽ ആർക്ക് ലെങ്ത് എ ബി എന്ന് പറയുന്നതും എക്കും ബിക്കും ഇടയ്ക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എൽ എന്ന് പറയുന്നതും ഏതാണ് തുല്യമായിട്ട് വരും. അതായത് ഈ തീറ്റ ആംഗിൾ കുറവാണെങ്കിൽ ഇങ്ങനെ ഈ ലെങ്ത് സപ്പോസ് ദിസ് ഈസ് 1.2 സെൻറ്റിമീറ്റർ, അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഓൺലി 1 സെൻറ്റിമീറ്റർ. ഇനി ഡിസ്റ്റൻസ് ഈ ആംഗിൾ തീറ്റ കുറയുകയാണെങ്കിൽ ഈ 1.1 എന്നതിന് പകരം അതൊരു 0.9 0.8 ആ രീതിയിലേക്ക് ഈ രണ്ട് ദൂരങ്ങളും ഏതാണ്ട് അടുത്ത് വരും. അതാണ് ഉദ്ദേശിച്ചത്. സോ ഫോർ സ്മോൾ ആംഗിൾ തീറ്റ വി ക്യാൻ റൈറ്റ് വാട്ട്? തീറ്റ ഈസ് ഈക്വൽ ടു എൽ ബൈ ആർ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ വി ആർ യൂസിങ് ഹിയർ. സോ തീറ്റ ഈസ് ഈക്വൽ ടു എൽ ബൈ ആർ എന്ന് പറയുന്നതാണ് എന്ത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഇവിടെ തീറ്റ എന്താണ്? തീറ്റ എന്ന് പറയുന്നത് മോണിൽ നിന്നും കിട്ടുന്ന ആംഗിളാണ്. മോണിൻ്റെ അവിടെ കിട്ടുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ബട്ട് ഇഫ് യു നോ ദ ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് എ ആൻഡ് ബി, കാര്യം നമ്മൾ എയും ബിയിലും നമ്മൾ ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ മൂണിനെ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ ടെലസ്കോപ്പുകൾ T1 T2 ആണെങ്കിൽ എത്ര ആംഗിളിലാണ് നമ്മൾ ടെലസ്കോപ്പ് വെക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. സോ ദ ആംഗിൾസ് T1 and T2 can be is known. Therefore, the angles T1 and T2 are known. Therefore, the angle theta can be calculated. Okay, അപ്പോൾ നമുക്കറിയാം ആകെ 180 ഡിഗ്രി ആവും. അതിൽ T1 ആംഗിളും T2 ആംഗിളും അറിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? തീറ്റ ആംഗിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ തീറ്റ നമുക്കറിയാം. ഇനി എൽ എന്താണ്? എൽ എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയ്ക്കുള്ള അകലമാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ തീറ്റ നമുക്ക് വി ക്യാൻ കാൽക്കുലേറ്റ്. എൽ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാനും പറ്റും. സോ ദ ഓൺലി അൺനോൺ ടേം ഈസ് ആർ അല്ലേ. അപ്പോൾ ഇതിൽ അറിയാത്ത ഏത് മാത്രം? ആർ മാത്രമാണ്. ആർ എന്താണ്? ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സർഫസ് ഓഫ് എർത്ത് ആൻഡ് ദി മൂൺ. ഇതിൽ ആറ് മാത്രമേ അറിയാത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർ എങ്ങനെ കണക്കാക്കാൻ പറ്റും? ആർ ഈസ് ഈക്വൽ ടു എൽ ബൈ തീറ്റ. അപ്പോൾ നമുക്കിനി സ്റ്റെപ്സ് പറയാം. സോ ഹൗ ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ യൂസിങ് പാരലാക്സ് മെത്തേഡ്. So these are the steps. The first step is moon is viewed from two different points on earth. So the moon is viewed from two different points on earth. L is the distance between the points. So L is the distance between the 2 points. Second step is the distance L is measured. Okay, the distance L we are measuring. Then since the angle at A and B are known, the angle theta can be calculated. The angles at A and B are known. Why these angles are known? Because these are the angles made by the corresponding telescopes. അപ്പോൾ ടെലസ്കോപ്പ് എത്ര ആംഗിളാണ് വെക്കുന്നത് ടെലസ്കോപ്പ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ T1 T2 are known, therefore we can calculate theta, right? So theta can be calculated. So our purpose is to find the distance between the surface of earth and moon. So we have theta is equal to L by R, right? Theta is equal to L, the same equation, L by R. Since these values L and theta are known, the unknown value is only R, right? Therefore the distance between surface of earth and the moon, which is the R, right? So R is the distance between the surface of earth and the moon. So R is equal to R is equal to L by theta. So R is equal to L by theta. So this is one application of parallax method. So finding the distance between the surface of earth and moon is one application of parallax method. Second application is measurement of diameter or radius of moon. അപ്പോൾ നമുക്ക് എങ്ങനെ എർത്തിൽ നിന്നുകൊണ്ട് മൂണിൻ്റെ റേഡിയസ് കണക്കാക്കാം. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? എർത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ എങ്ങനെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മൂണിലേക്കുള്ള അകലം കാണാം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ മാർഗമാണ്
പുരാതന കാലത്ത് നമ്മുടെ ഋഷിമാരൊക്കെ ഉപയോഗിക്കുകയും നമുക്ക് അതിപുരാതന കാലം മുതൽക്ക് തന്നെ എർത്തിൽ നിന്നും മൂണിലേക്ക് ചന്ദ്രനിലേക്കുള്ള അകലം അറിയാൻ പറ്റുന്നത്. അത് ഈ രീതിയിലുള്ള ഒരു പാരലാക്സ് മെത്തേഡ് ഉപയോഗിച്ചാണ് അന്ന് നമ്മൾ ഇത് കണക്കാക്കിയിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് വി ക്യാൻ ഫൈൻഡ് ദ ഡയാമീറ്റർ ഓർ റേഡിയസ് ഓഫ് മൂൺ. സോ ഡയാമീറ്റർ അറിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഫൈൻഡ് റേഡിയസ് ബിക്കോസ് റേഡിയസ് ഈസ് ഈക്വൽ ടു ഡയാമീറ്റർ ബൈ 2. So that is our next part. So again we have Earth and Moon. So the difference between the two application is, in this case we are watching the moon from a single point. തൊട്ട് മുമ്പ് ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? എർത്തിനെ നമ്മൾ 2 ഡിഫറെൻറ്റ് പോയിന്റ് എയിൽ നിന്നും ബിയിൽ നിന്നുമാണ് നമ്മൾ കണ്ടത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എർത്തിൽ ഒരൊറ്റ പോയിന്റിൽ നിന്നും മൂണിൻ്റെ 2 എക്സ്ട്രീം പോയിന്റ്സ് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ യൂസിങ് 2 telescopes we can watch the 2 extremes of moon. അതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ട് മൂണിൻ്റെ ഒരു എക്സ്ട്രീം നമ്മൾ നോക്കുന്നു. അടുത്ത ലൈൻ എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ട് മൂണിൻ്റെ അടുത്ത എക്സ്ട്രീം നോക്കുന്നു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ദീസ് 2 ആർ ദി ലൈൻ ഓഫ് സൈറ്റ്. ഓക്കെ, ദെൻ അഗെയിൻ വി ക്യാൻ മാർക്ക് ദ ഡിഫറെൻറ്റ് മെഷർമെൻറ്റ്സ്. So r is the distance between the surface of earth and the moon, right? L എന്താണ്? L is the diameter of moon. Again ഇവിടെ നമുക്ക് കാണാൻ കഴിയും, again theta is equal to L by r. ഇക്വേഷൻ മാറുന്നില്ല, theta is equal to L by r. So previously we have measured the distance r. r ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. എർത്തിൻ്റെ സർഫസിൽ നിന്ന് മൂണിലേക്കുള്ള അകലം നമ്മൾ കണ്ടു കഴിഞ്ഞു, r കണ്ടു കഴിഞ്ഞു. തീറ്റ എന്താണ്? തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ടെലസ്കോപ്പ് തരുന്ന ആംഗിളാണ്. സോ തീറ്റ ആൻഡ് ആർ നോൺ, റൈറ്റ്? സോ ഓൺലി അൺനോൺ ടേം ഈസ് വാട്ട്? എൽ. ആൻഡ് വാട്ട് ഈസ് എൽ? എൽ ഈസ് ദ ഡയാമീറ്റർ ഓഫ് മൂൺ. സോ സിൻസ് തീറ്റ ആൻഡ് ആർ നോൺ, വി ക്യാൻ കാൽക്കുലേറ്റ് എൽ. ആൻഡ് വാട്ട് ഈസ് എൽ? എൽ ഈസ് ഈക്വൽ ടു ആർ തീറ്റ. So the diameter of moon L is equal to what? R theta. So this way we can find the diameter of moon. Okay, so which are the steps to be followed to find the diameter of moon or the radius of moon? So we can make different points for the measurement of diameter of moon. First point എന്താണ്? First point എന്ന് പറയുന്നത്, 2 extremes of moon are viewed from earth and the angle theta is recorded, right? The 2 extremes of moon എന്താണ്? ഇതാണ് മൂണിൻ്റെ എക്സ്ട്രീംസ്. ഇതൊരു എക്സ്ട്രീം, ഇത് വേറെ എക്സ്ട്രീം. അപ്പോൾ ഈ 2 എക്സ്ട്രീംസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ദീസ് ആർ വ്യൂഡ് ഫ്രം എർത്ത്. സോ 2 extremes of moon are viewed from the surface of earth, right? And the angle theta is recorded. So the angle theta will get from the telescope we are using. Next step എന്താണ്? The distance between surface of earth and moon, which is r, is already found. അപ്പോൾ r എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. സോ r ആൻഡ് തീറ്റ ആർ നോൺ. ഇതിന് നമുക്ക് അറിയുന്നതാണ്. തേർഡ് സ്റ്റെപ്പ് എന്താണ്? therefore theta is equal to L by r, or the diameter L is equal to r theta. And hence radius is equal to what? L by 2, right? So these are the steps to be followed to measure the diameter of moon or the radius of moon. Now there are some practical units of length. സാധാരണ നമ്മൾ ലെങ്ത് പലപ്പോഴും പറയാറുള്ളത്, നമ്മൾ ഗ്രാഫ് പേപ്പറിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന 15 സെൻറ്റിമീറ്റർ സ്കെയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പ്രസ് ദ ലെങ്ത് ഇൻ സെൻറ്റിമീറ്റർ, അല്ലേ? കുറച്ചും കൂടി ഒരു വലിയ അളവ് നമ്മൾ ചിലപ്പോൾ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ അളക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു റൂമിൻ്റെയൊക്കെ നീളം നമ്മൾ പലപ്പോഴും എങ്ങനെ പറയാറുള്ളത്? മീറ്ററിലാണ് പറയാറുള്ളത്. അത് നമ്മളൊരിക്കലും ഒരു 15 സെൻറ്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് ഒരിക്കലും റൂമിൻ്റെ ലെങ്ത് പറയാറില്ല. So there are some practical units of length.
One is light year. What is light year? It is the distance traveled by light in 1 year. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. LY എന്നതിന് സിമ്പിൾ. സോ ഹൗ ടു കാൽക്കുലേറ്റ് ദിസ് LY? 1 LY. 1 light year എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. സോ ഹൗ ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ്? നിങ്ങൾക്കറിയാം, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് പ്രവേഗം ഇൻറ്റു സമയം. So what is the velocity of light? Velocity of light is 3 into 10 raised to 8 meter per second ആണ്. ഇതാണ് പ്രകാശത്തിന്റെ വേഗം എന്ന് പറയുന്നത്. അത് ഇൻറ്റു ടൈം. എത്ര ടൈം പറഞ്ഞത്? ഒരു വർഷമാണ്, റൈറ്റ്? പക്ഷെ നമ്മൾ സാധാരണ സമയത്തിന്റെ യൂണിറ്റ് എന്തല്ല? ഇയർ അല്ല. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു? സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ഒക്കെ പഠിച്ചു. MKS, FPS, CGS ഒക്കെ പഠിച്ചു. അവിടെ എല്ലാം സമയത്തിന്റെ യൂണിറ്റ് എന്താണ്? അല്ലെങ്കിൽ നമ്മൾ പഠിച്ച SI സിസ്റ്റം, അവിടെ എല്ലാം സമയം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് സെക്കൻഡിലാണ്, എന്തിലല്ല? ഇയറിലല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഇയറിനെ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡിലേക്ക് മാറ്റണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? സോ വി ഹാവ് ടു കൺവേർട്ട് ദിസ് ഇയർ ഇൻ ടു സെക്കൻഡ്. എങ്ങനെ മാറ്റാൻ പറ്റും? സോ 1 light year ഈസ് ഈക്വൽ ടു 3 × 10 raised to 8. വെലോസിറ്റി ഓക്കെ, കാര്യം അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. സോ 1 year ഈസ് ഈക്വൽ ടു എന്താണ്? 1 year ഈസ് ഈക്വൽ ടു 365 days. ഇപ്പോൾ നമ്മൾ ഇയറിനെ ഡേയ്സിലേക്ക് മാറ്റി, പക്ഷേ സമയത്തിന് വേണ്ടി ഡേയ്സ് അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഡേയ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 day ഈസ് ഈക്വൽ ടു 24 hours ആണ്, റൈറ്റ്? ഇപ്പോൾ നമുക്ക് അവേഴ്സിലേക്ക് മാറ്റി കഴിഞ്ഞു. പക്ഷേ സമയത്തിന് വേണ്ടി അവർ അല്ല, എന്താണ്? സെക്കൻഡാണ്. സോ 24 hour നമുക്ക് എന്താക്കി മാറ്റാം? ആദ്യം നമുക്ക് മിനിറ്റ് ആക്കി മാറ്റാം. ആൻഡ് 1 hour ഈസ് ഈക്വൽ ടു 60 minutes, റൈറ്റ്? ഇപ്പോൾ നമുക്ക് മിനിറ്റിലേക്ക് മാറ്റി, പക്ഷേ നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഈ മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാം. 1 minute ഈസ് ഈക്വൽ ടു 60 seconds, റൈറ്റ്? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ലൈറ്റ് ഇയറിനെ അതിൻ്റെ SI സിസ്റ്റത്തിലേക്ക് മാറ്റാൻ പറ്റും, അഥവാ SI യൂണിറ്റിലേക്ക് മാറ്റാൻ പറ്റും. SI യൂണിറ്റ് എന്ന് പറയുന്ന സമയത്ത് വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം, ടൈം സെക്കൻഡിലായിരിക്കണം, റൈറ്റ്? ഇതെല്ലാം കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് 9.46 ഇൻറ്റു 10 raised to 15 meter എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് 1 light year. Okay, so 1 light year is equal to 9.46 into 10 raised to 15 meter. Then another practical unit of length is astronomical unit. AU എന്നാണ് ഇതിന്റെ സിമ്പിൾ. AU. It is the average distance between sun and earth. എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഇടയ്ക്കുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ് എന്ത്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. സോ വൈ വി ടേക്ക് ആവറേജ്? കാരണം എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഇടയ്ക്കുള്ള അകലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. നമുക്കറിയാം, എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഇടയ്ക്കുള്ള അകലം കോൺസ്റ്റന്റ് ആകാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എർത്തിൻ്റെ ഓർബിറ്റ് ഒരു സർക്കുലർ ഓർബിറ്റ് അല്ല. ഒരു സർക്കുലർ ഓർബിറ്റിൽ കൂടെ അല്ല എർത്ത് സണ്ണിനെ ചുറ്റി സഞ്ചരിക്കുന്നത്. അതൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ്, അതായത് ദീർഘവൃത്താകൃതിയിലുള്ള പാതയിലൂടെയാണ് സൂര്യനെ ചുറ്റി ഭൂമി സഞ്ചരിക്കുന്നത്. അപ്പോൾ ദീർഘവൃത്താകൃതിയാകുന്ന സമയത്ത് എന്താണ് പ്രശ്നം? ആ ദൂരം എർത്തിൽ നിന്നും സണ്ണിലേക്കുള്ള അകലം ചില സമയത്ത് കൂടുതലാവും, ചില സമയത്ത് കുറവാകും. അത് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് എടുക്കുന്നു? വി ആർ ടേക്കിംഗ് ദി ആവറേജ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് 1 AU? 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റിന്റെ അളവ് എത്രയാണ്? 1 AU ഈസ് ഈക്വൽ ടു 1.5 into 10 raised to 11 meter ആണ് 1 AU എന്ന് പറയുന്നത്. ഓക്കെ, 1 AU. അപ്പോൾ 1 light yearന്റെ വാല്യൂ അറിയണം, അതുപോലെ 1 AUവിൻ്റെ വാല്യൂ എല്ലാം അറിയണം. അനദർ പ്രാക്ടിക്കൽ യൂണിറ്റ് ഈസ് Parsecond ഓർ പാരലാക്റ്റിക് സെക്കൻഡ് എന്ന് പറയും. PC എന്ന് പറയുന്നതാണ് അതിൻ്റെ സിമ്പിൾ, അല്ലെങ്കിൽ ഷോർട്ട് ഫോം ഇവിടെ ഉപയോഗിക്കാറുള്ളത്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് an arc of length 1 AU subtend an angle of 1 second. It is the distance at which an arc, this should be n, an arc of length 1 AU subtends an angle of 1 second. അപ്പോൾ ആംഗിൾ 1 സെക്കൻഡ് കിട്ടുന്ന രീതിയിൽ ഒരു ആർക്ക് ലെങ്ത് തരുന്ന അകലമാണ് എന്ത്? 1 പാർസെക്കൻഡ്. സോ വാട്ട് ഇസ് ദി മീനിങ് ഓഫ് ആംഗിൾ 1 സെക്കൻഡ്? സാധാരണ നമ്മൾ ആംഗിൾ എന്തിനാ പറയാറുള്ളത്? ഡിഗ്രി പറയാറുണ്ട് അല്ലേ? ബട്ട് 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ് ആണ്. എഗെയിൻ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു
60 സെക്കൻഡാണ്. അതായത് ഒരു ഡിഗ്രിയെ നമുക്ക് 60 ഈക്വൽ പാർട്സ് ആക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ അതിലൊരു പാർട്ടാണെന്ത്, 1 മിനിറ്റ് എന്ന് പറയുന്നത്. ആ 1 മിനിറ്റിനെ വീണ്ടും നമ്മൾ 60 പാർട്ടാക്കി മുറിച്ച് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന ഒരു പാർട്ടാണെന്ത്, 1 സെക്കൻഡ് എന്ന് പറയുന്നത്. വെച്ചാൽ അത്രയും ചെറിയ ആംഗിളാണെന്ത്, ഈ ആംഗിൾ അഥവാ 1 സെക്കൻഡ് എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ 1 സെക്കൻഡ് ആംഗിൾ സൃഷ്ടിക്കാൻ വേണ്ടി 1 AU തരുന്ന അകലമാണ് 1 പാർസെക്കൻഡ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ആർക്ക് ലെങ്ത് ഓഫ് 1 AU അസ്യൂം ചെയ്യാം. സോ ദിസ് ഈസ് എൻ ആർക്ക്. ഓക്കെ, ഇതിൻ്റെ ഈ ലെങ്ത് സപ്പോസ് 1 AU ആണ് സങ്കല്പിക്കുക. അപ്പോൾ AB എന്ന് പറയുന്നൊരു ആർക്കാണ്. ഈ ആർക്ക് ABയുടെ ദൂരം, ഈ ദൂരം എന്ന് പറയുന്നത് 1 AU ആണ് സങ്കല്പിക്കുക. ഓക്കെ, ഇനി ഇത് സൃഷ്ടിക്കുന്ന ആംഗിൾ എങ്ങനെ കാണാം? ഇതാ ഈ രീതിയിൽ നമുക്കൊരു ആംഗിൾ കാണാം, റൈറ്റ്. അപ്പോൾ എയും ബിയും കൂടെ സൃഷ്ടിക്കുന്ന ആംഗിൾ ആണെന്ത്, സപ്പോസ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആംഗിൾ താരതമ്യേന വലുതാണ്. ഇനി എങ്ങനെ നമുക്ക് ഈ ആംഗിളിനെ ചെറുതാക്കാം? സപ്പോസ് ദിസ് ആംഗിൾ ഇസ് അപ്രോക്സിമലി സേ 30 ഡിഗ്രി. ഓക്കെ, ഈ ആംഗിൾ അപ്രോക്സിമലി ഒരു 30 ഡിഗ്രി സങ്കല്പിക്കാം. നമുക്കിനി എങ്ങനെ ഈ ആംഗിൾ ചെറുതാക്കാൻ പറ്റും? തീറ്റ ഈസ് ഈക്വൽ ടു 30 ആണെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ആംഗിൾ തീറ്റ ചെറുതാക്കാൻ പറ്റും? ഈ ആംഗിൾ തീറ്റ ചെറുതാക്കണം എന്ത് ചെയ്യണം? ഈ പോയിന്റ് എന്ത് ചെയ്യണം? പുറകോട്ട് പോകണം. ബാക്കിലേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ആംഗിൾ തീറ്റ ചെറുതായിട്ട് വരും. ഉദാഹരണത്തിന് ഇവിടെ വരച്ച് കാണിക്കാം. ആംഗിൾ തീറ്റ എങ്ങനെ നമുക്ക് ചെറുതാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഈ സ്ക്രീനിൻ്റെ സൈസിൽ കൊള്ളുന്ന രീതിയിൽ എങ്ങനെ ചെറുതാക്കാൻ പറ്റും നോക്കാം. ഓക്കെ, അത് ഒരു ലൈൻ ഓഫ് സൈറ്റ്, ഇത് മറ്റു ലൈൻ ഓഫ് സൈറ്റ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് കുറച്ച് ചെറുതായിട്ട് അല്ലേ. നേരത്തെ കുറച്ച് തീറ്റ 1 ആണെങ്കിൽ ഇപ്പോൾ തീറ്റ 2 ആണെങ്കിൽ തീറ്റ 2 എന്ന് പറയുന്നത് തീറ്റ 1നേക്കാളും ചെറുതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇത് ഏകദേശം ഇത് 30 ആണെങ്കിൽ ഇത് ഏകദേശം ഒരു 10 or 15 ഡിഗ്രി ഇപ്പോഴും ഉണ്ട്, 15 ഡിഗ്രി ഇപ്പോഴും ഉണ്ട്. നമുക്കിതിനെ വീണ്ടും കുറയ്ക്കണം. അപ്പോൾ ഇനി വീണ്ടും പുറകോട്ട് പോകണം. അങ്ങനെ പുറകോട്ട് പോകുന്നവർ എന്താ സംഭവിക്കുന്നത്? ഈ അകലം കൂടിക്കൂടി വരും. കണ്ടല്ലോ, ഈ അകലം എന്ന് പറയുന്നത് കൂടിക്കൂടി വരും, റൈറ്റ്. അപ്പോൾ ഈ ആംഗിൾ തീറ്റ പുറകോട്ട് പോയി കുറച്ച് 1 സെക്കൻഡ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ ഡിസ്റ്റൻസിൻ്റെ പേരാണെന്ത്? ഒരു പാർസെക്കൻഡ്. അതായത് 1 AU ആർക്ക് ലെങ്ത്തിൽ 1 സെക്കൻഡ് ആംഗിൾ സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള അകലമാണ് ഒരു പാർസെക്കൻഡ്. അപ്പോൾ ഡിഗ്രിയിലല്ല സെക്കൻഡിലാണ് നമ്മൾ ഈ ആംഗിൾ പറയുന്നത്. ഒരു ഡിഗ്രി എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാ? 60 മിനിറ്റ് ആണ്. അതിനെ വീണ്ടും നമ്മൾ 60 ആക്കി ഛേദിച്ചാൽ അതിലൊരു ഛേദമാണെന്ത്? 1 മിനിറ്റ്. ആ 1 മിനിറ്റിനെ വീണ്ടും 60 ആക്കി ഛേദിച്ചാൽ കിട്ടുന്ന 60 ആക്കി ഛേദിച്ചാൽ അത് കിട്ടുന്ന ഒരു കഷ്ണമാണെന്ത്? 1 സെക്കൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ അത്രയും ചെറിയ ആംഗിളാക്കി നമുക്ക് ഇതിനെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ, അഥവാ ഈ തീറ്റ 2 എന്ന് പറയുന്ന ആംഗിളിന് നമ്മൾ വീണ്ടും ഇത് ബാക്കിലേക്ക് പോയി 1 സെക്കൻഡ് എന്ന് പറയുന്ന ആംഗിൾ ആയി മാറിക്കഴിഞ്ഞാൽ, അഥവാ തീറ്റ 2 തീറ്റ ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് ആയി കഴിഞ്ഞാൽ ആ സമയത്ത് ഈ അകലമാണെന്ത്? ആ സമയത്ത് കിട്ടുന്ന ഈ അകലത്തിൻ്റെ പേരാണ് ഒരു പാർസെക്കൻഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ലോജിക് ഓഫ് ദിസ് definition. It is a distance at which an arc of length 1 AU subtends an angle of 1 second. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ ഡിസ്റ്റൻസ് ആയിരിക്കും. കാരണം എന്താ? ഈ ആംഗിൾ എന്ന് പറയുന്നത് വെറും എത്രയേ ഉള്ളൂ? വെറും 1 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ 1 സെക്കൻഡ് ആംഗിൾ സൃഷ്ടിക്കാൻ ആവശ്യമായിട്ട് ഇത് പോകേണ്ട ദൂരം അതിഭീമമാണ്. ഓക്കെ, ആൻഡ് 1 പാർസെക്കൻഡ് ഈസ് ഈക്വൽ ടു വാട്ട്? 3.08 × 10⁻16 meter. ഓക്കെ, and 1 parsecond is equal to 3.26 light year. So this is how you are connecting parsecond light year. അപ്പോൾ എന്ത് കാണാൻ കഴിയും? പാർസെക്കൻഡ് എന്ന് പറയുന്നത് ലൈറ്റ് ഇയറിനേക്കാളും കൂടുതലാണ്, റൈറ്റ്. പാർസെക്കൻഡ് എന്ന് പറയുന്നത് ലൈറ്റ് ഇയറിനേക്കാളും കൂടുതലാണ്. പ്രകാശം 1 വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തേക്കാളും കൂടുതലാണ് ഒരു പാർസെക്കൻഡ്, റൈറ്റ്. പ്രകാശം 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്രയാ? 3 lakh കിലോമീറ്ററാണ്. 3 ലക്ഷം കിലോമീറ്ററാണ് 1 സെക്കൻഡ് കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം. അങ്ങനെ അത് 1 വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് 1 ലൈറ്റ് ഇയർ. 1 പാർസെക്കൻഡ് ഈസ് ഈക്വൽ ടു 3.26 ലൈറ്റ് ഇയർ. അപ്പോൾ ലൈറ്റ് ഇയറിനേക്കാളും ഉയർന്ന ദൂരമാണ് ഒരു പാർസെക്കൻഡ് എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കുക. സോ എമംഗ് ലൈറ്റ് ഇയർ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആൻഡ് പാർസെക്കൻഡ് ഈസ് ദ ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത്.
അപ്പോൾ ലൈറ്റ് ഇയറും ആസ്ട്രോണമിക്കൽ യൂണിറ്റും പാർസെക്കൻഡും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ പാർസെക്കൻഡ് ആണ് ലൈറ്റിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ്. ഓക്കെ, ഈ മൂന്നെണ്ണം കമ്പയർ ചെയ്യുന്ന സമയത്ത് താരതമ്യേന ഇതാണ് ഏറ്റവും വലിയ യൂണിറ്റ്. ദെൻ അനദർ പ്രാക്ടിക്കൽ യൂണിറ്റ് ഈസ് ആങ്സ്ട്രോങ്. ആങ്സ്ട്രോങ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ഡയാമീറ്റർ ഓഫ് ആറ്റം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ചെറിയ സ്കെയിലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ എന്തെല്ലാമായിരുന്നു, ലൈറ്റ് ഇയർ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാർസെക്കൻഡ്, അതെല്ലാം വലിയ യൂണിറ്റ് ആയിരുന്നു. ആങ്സ്ട്രോങ് എന്ന് പറയുന്നത് ഒരു വളരെ ചെറിയ യൂണിറ്റ് ആണ്. സോ ദ സൈസ് ഓഫ് ആറ്റം ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ആങ്സ്ട്രോങ്. അതിന്റെ സിമ്പിൾ ശ്രദ്ധിക്കുക. ഒരു എക്ക് ശേഷം മുകളിൽ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് എഴുതുക പോലെ ചെറിയ ഡിഗ്രി മാർക്ക് ചെയ്യുമ്പോഴാണ് ആങ്സ്ട്രോങ് എന്ന് വായിക്കുന്നത്. 1 ആങ്സ്ട്രോങ് ഈസ് ഈക്വൽ ടു 10 പവർ -10 മീറ്റർ. ദെൻ അനദർ യൂണിറ്റ് ഈസ് ഫെർമി. ഫെർമി ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ഡയാമീറ്റർ ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ സൈസ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫെർമി. ആൻഡ് 1 ഫെർമി ഈസ് ഈക്വൽ ടു 10⁻⁻15 മീറ്റർ. ഓക്കെ, 10⁻⁻15 മീറ്റർ ആണ് ഒരു ഫെർമി എന്ന് പറയുന്നത്. ഇനി സാധാരണ നമ്മൾ ചില സ്റ്റാൻഡേർഡ് പ്രിഫിക്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് യൂണിറ്റിന്. പ്രിഫിക്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റിന് മുമ്പ് കൊടുക്കുന്ന ചില സിമ്പൽ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കിലോമീറ്റർ എന്താണ്, കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 മീറ്റർ ആണ്. അവിടെ കിലോ എന്താണ്, കിലോ ഈസ് ഈക്വൽ ടു 1000 ആണ്. അപ്പോൾ ഈ രീതിയിൽ ചില പ്രിഫിക്സ് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ യൂണിറ്റിനെയും മുമ്പിൽ ഉപയോഗിക്കാറുണ്ട്. കാരണം നമുക്ക് എല്ലാ സമയത്തും ഈ എല്ലാ യൂണിറ്റ്സും എഴുതാൻ കഴിയില്ല. അപ്പോൾ ചില പ്രിഫിക്സ് ഉപയോഗിച്ച് നമ്മൾ യൂണിറ്റ് എഴുതാറുണ്ട്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. എക്സ എന്ന പ്രിഫിക്സിന്റെ സിമ്പിളാണ് ഇ. മീനിങ് എന്താണ്, 10⁻18. അഥവാ എക്സാമീറ്റർ ആണെങ്കിൽ 10⁻18 മീറ്റർ ആണ്. പെറ്റ പി ആണ് സിമ്പിൾ, പീറ്റ എന്ന് പറയാറുണ്ട്. പെറ്റ ഓർ പീറ്റ 10⁻15 ആണ്. ദെൻ ടെറ, ക്യാപിറ്റൽ ടി ആണ് സിമ്പിൾ, 10⁻12. ടെറ ഒരു വർഷം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ടെറാ ജി ബി എന്നൊക്കെ ഹാർഡ് ഡിസ്കിൻ്റെ ഒക്കെ സൈസ് പറയാറുണ്ട്. സോറി, ടെറാ ജി ബി അല്ല, ടെറാബൈറ്റ് എന്ന് പറയാറുണ്ട് പലപ്പോഴും. ഹാർഡ് ഡിസ്കിൻ്റെ ഒക്കെ ഹാർഡ് ഡിസ്കിൻ്റെ ഒക്കെ കപ്പാസിറ്റി. ഓക്കെ, സാധാരണ നമ്മൾ ജിഗാബൈറ്റും പറയാറുണ്ട്, അതാണ് ജി. സോ ജി സിക്കൽ 10⁻9, 10⁻9. മെഗാ 10⁻6, കിലോ 10⁻3, ഹെക്ടോ 10⁻2, ഡെക്ക 10⁻1, ഡെസി 1/10, 10⁻⁻10 അല്ലെങ്കിൽ 1/10, സെന്റി 10⁻-2 or 1/100, മില്ലി സിമ്പിൾ എം ശ്രദ്ധിക്കുക. ഇത് സ്മോൾ എം ആണ്, ഇത് ക്യാപിറ്റൽ എം ആണ്. ക്യാപിറ്റൽ എം ആണെങ്കിൽ മെഗായാണ്, 10⁻6 ആണ്. സ്മോൾ എം ആകുമ്പോൾ മില്ലിയാണ്, 10⁻-3. നല്ല വ്യത്യാസം രണ്ടും തമ്മിൽ മാറിപ്പോരുത്. സോ 10⁻-3 or 1/1000. ദെൻ മൈക്രോ, ഇത് നമ്മൾ മ്യൂ എന്നാണ് പറയുന്നത്. മ്യൂ ഇതൊരു ഗ്രീക്ക് ലെറ്റർ ആണ്. മ്യൂ ഈസ് ഈക്വൽ ടു 10⁻-6. നാനോ വളരെ കോമണായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇപ്പോൾ നാനോ, അല്ലെ നാനോ ടെക്നോളജി, നാനോ കാർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നാനോ സ്മോൾ എൻ ആണ് സിമ്പിൾ, 10⁻-9. പിക്കോ പി സിമ്പിൾ, 10⁻-12. ഫെംറ്റോ 10⁻-15. അറ്റോ 10⁻-18. ഇതാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള പ്രിഫിക്സുകൾ. ഇത് നമ്മൾ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ 1 മില്ലിഗ്രാം എന്ന് എഴുതി അല്ലേ. അപ്പോൾ സ്മോൾ എം സ്മോൾ ജി, അപ്പോൾ മില്ലിഗ്രാം ആണിത്. മില്ലി എന്താണ്, 10⁻³ ആണ്. അപ്പോൾ 10⁻³ ഗ്രാം ആണ് മില്ലിഗ്രാം എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് 1 NS എന്താണ്, എൻ എന്ന് പറയുന്നത് നാനോ ആണ്, റൈറ്റ്. എസ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. അപ്പോൾ എൻ എന്ന് പറയുന്നത് നാനോയുടെയും എസ് എന്ന് പറയുന്നത് സെക്കൻഡിൻ്റെയും സിമ്പിൾസ് ആണെന്നൊരു ധാരണ നമുക്ക് വേണം. സോ 10⁻-9 സെക്കൻഡ്. ഇനി അതുപോലെ മറ്റൊന്നാണ് 1 കിലോമീറ്റർ. കിലോ നമുക്കറിയാം, കിലോ ഇസ് ഈക്വൽ ടു 10⁻³ ആണ്. അപ്പോൾ 10⁻³ മീറ്റർ ആണ് 1 കിലോമീറ്റർ. ഈ രീതിയിലുള്ള പ്രിഫിക്സ് നമ്മൾ എല്ലായ്പ്പോഴും യൂണിറ്റ് മുമ്പ് ഉപയോഗിക്കാറുണ്ട്. ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ കഴിയുള്ളൂ. ദ നെക്സ്റ്റ് ഈസ് മെഷർമെന്റ് ഓഫ് മാസ്. മാസ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് നോട്ട് അഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ലൊക്കേഷൻ. എസ് എ യൂണിറ്റ് ഈസ് കിലോഗ്രാം. മാസ് അഥവാ പിണ്ഡം എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമുക്ക് അറിയാം, അതൊരു സ്ഥിരമായ
അളവാണ്. ഒരു വസ്തുവിൻ്റെ പിണ്ഡം ഒരിക്കലും മാറില്ല. ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ, പ്രഷർ, ലൊക്കേഷൻ. അതായത് പ്രഷർ കൊണ്ടോ ടെമ്പറേച്ചർ കൊണ്ടോ സ്ഥാനം കൊണ്ടോ മാറില്ല. അതായത് ഒരു വസ്തുവിൻ്റെ പിണ്ഡം ഇവിടുന്ന് ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ മാറില്ല. ഓക്കെ, ലൊക്കേഷൻ മാറിയത് കൊണ്ട് ഒരിക്കലും ഒരു വസ്തുവിൻ്റെ മാസ് മാറില്ല. പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്നതാണ് മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ മാസും ഡിഫറൻസും പലപ്പോഴും നമുക്ക് മാറിപ്പോകാറുണ്ട്. സോ വാട്ട് ഈസ് മാസും വെയിറ്റും? എന്താണ് വെയിറ്റ്? വെയിറ്റ് ഓഫ് എ ബോഡി ഈസ് ദ ഫോഴ്സ് വിത്ത് വിച്ച് എ ബോഡി ഈസ് പുൾ ടുവാർഡ്സ് ദ സെൻറ്റർ ഓഫ് എർത്ത്. ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്, മാസ് എന്ന് പറയുന്നത് എന്താണ്? പിണ്ഡം. വെയിറ്റ് എന്ന് പറയുന്നതിൻ്റെ ഭാരമാണ്. ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് എത്രത്തോളം ഫോഴ്സിലാണോ ആ പിണ്ഡത്തെ അല്ലെങ്കിൽ ആ വസ്തുവിനെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് വലിക്കുന്നത്, ആ വലിക്കുന്ന ഫോഴ്സാണ് യഥാർത്ഥത്തിൽ എന്ത്? ഒരു വസ്തുവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. സോ വെയിറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിത്ത് വിച്ച് എ ബോഡി ഈസ് പുൾഡ് ടുവാർഡ്സ് ദി സെൻറ്റർ ഓഫ് എർത്ത്. അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് എ ബോഡി ഈസ് ദ ഫോഴ്സ് വിത്ത് വിച്ച് എ ബോഡി ഈസ് പുൾഡ് ടുവാർഡ്സ് ദി സെൻറ്റർ ഓഫ് എർത്ത്. ഇനി അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്നതാണ് എന്തില്ല എപ്പോഴും വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാസിനെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് എന്ത്? വെയിറ്റ്. സോ വെയിറ്റ് ഈസ് ഈക്വൽ ടു mg. Now there are some differences between mass and weight. നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്യാം. Mass is the measure of inertia. On the other hand, weight is the measure of gravity. What is inertia? ജഡത്വം എന്ന് നമുക്കറിയാം. എന്താണ്? ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാപാതയിലുള്ള ചലനത്തിനോ മാറ്റം വരുത്താൻ കഴിയില്ല, അല്ലേ? ഈ അവസ്ഥയ്ക്കാണ് ഈ കഴിവുകേടിനെ എന്നും പറയാറുണ്ട്, കഴിവെന്നും പറയാറുണ്ട്. അതാണ് എന്ത്? ജഡത്വം എന്ന് പറയുന്നത്. അപ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തു നിശ്ചലാവസ്ഥയിലും ചലനാവസ്ഥയിലുള്ള വസ്തു ചലനാവസ്ഥയിലിരിക്കും. ഇനി ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയ കല്ല് ഒരു ഗ്രൗണ്ടിലിരിക്കുന്നു. നമുക്കതിനെ കുറച്ച് ഫോഴ്സ് കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? തള്ളി നീക്കാൻ പറ്റും. അഥവാ അതിൻ്റെ ജഡത്വം മാറ്റാൻ പറ്റും. ഇനി ഒരു വലിയ കല്ല്, ഒരു ഭീമാകാരമായൊരു കരിങ്കല്ലാണ് ഗ്രൗണ്ടിലിരിക്കുന്നെങ്കിലോ നമുക്ക് അതിനെ തള്ളി നീക്കാൻ പറ്റില്ല. അഥവാ നമുക്ക് അതിൻ്റെ ജഡത്വം മാറ്റാൻ പറ്റില്ല. അതാണ് എന്ത്? മാസ് ഈസ് ദ മെഷർ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പം മാസ് കുറഞ്ഞ വസ്തുക്കൾക്ക് ഇനേർഷ്യ കുറവായിരിക്കും, ജഡത്വം കുറവായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ തള്ളി നീക്കാൻ പറ്റും. അതിന് ജഡത്വം കുറവാണ്, അതുകൊണ്ട് നമുക്ക് തള്ളി നീക്കാൻ പറ്റും. പക്ഷേ ഭീമാകാരമായൊരു കല്ലാണെങ്കിലോ നമുക്ക് തള്ളിയാൽ അത് നീങ്ങില്ല, അല്ലെങ്കിൽ നമ്മൾ തള്ളിയാൽ നീങ്ങിപ്പോവില്ല. അഥവാ അതിന് ജഡത്വം കൂടുതലാണ്. ജഡത്വം കൂടുതലുള്ള വസ്തു ആയതുകൊണ്ടാണ് നമ്മൾ തള്ളിയിട്ട് നീങ്ങാത്തത്. അപ്പം അതുകൊണ്ട് മാസ് ഈസ് എ മെഷർ ഓഫ് ഇനേർഷ്യ, വെയിറ്റ് ഈസ് എ മെഷർ ഓഫ് ഗ്രാവിറ്റി. അതായത് ഗ്രാവിറ്റിയുടെ മെഷറാണെന്ത്? വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എർത്തിൽ അനുഭവപ്പെടുന്ന വെയിറ്റ് അല്ല മൂണിൽ പോയാൽ അനുഭവപ്പെടുന്ന നമുക്കറിയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, എർത്തിൽ അനുഭവപ്പെടുന്ന വെയിറ്റിനേക്കാളും 6 കുറവാണ് മൂണിൽ പോയാൽ നമുക്ക് അനുഭവപ്പെടുന്ന വെയിറ്റ്. കാര്യം അവിടെ ഗ്രാവിറ്റി കുറവാണ്. ദെൻ മാസ് ഈസ് എ സ്കേലർ ക്വാണ്ടിറ്റി, വെയിറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. സ്കേലേഴ്സും വെക്ടേഴ്സും നിങ്ങൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. സ്കേലർ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ടാവില്ല, വെക്ടർ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അതാണ് ബേസിക്കലി സ്കേലാറും വെക്ടറും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി വരുന്ന പാഠങ്ങൾ പഠിക്കേണ്ട, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ മനസ്സിലാവും. പിന്നെ മാസ് ഈസ് എ കോൺസ്റ്റന്റ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ബട്ട് വെയിറ്റ് വിൽ വാരി ഫ്രം പ്ലേസ് ടു പ്ലേസ്. കാര്യം എന്താ? ജി മാറുന്നതനുസരിച്ചിട്ട് വെയിറ്റ് മാറും. എർത്തിൻ്റെ സർഫസിൽ തന്നെ ജി കോൺസ്റ്റന്റ് അല്ല. നമുക്കറിയാം, പോളിലേക്ക് പോകുന്തോറും ജി കൂടും, ഇക്വേറ്ററിൽ ജി കുറയും. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഭാരം ഇക്വേറ്ററിലും പോളിലും രണ്ടും രണ്ടാണ്. അതുപോലെ എർത്തിൽ നിന്ന് മൂണിലേക്ക് പോയി കഴിഞ്ഞാൽ എർത്തിനേക്കാളും മൂണിൽ ജീൻ്റെ വാല്യൂ കുറവായതുകൊണ്ട് ഒരു വസ്തുവിൻ്റെ ഭാരം മൂണിൽ എർത്തിലുള്ളതിനേക്കാളും വീണ്ടും കുറവായിരിക്കും. ദെൻ മാസ് കനോട്ട് ബി 0 ഫോർ എ ബോഡി. കാര്യം ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിന് മാസ് ഉണ്ടായിരിക്കും. ദെൻ വെയിറ്റ് ക്യാൻ ബി 0. കാര്യം എന്താ? ജി ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ വെയിറ്റ് 0. കാര്യം വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ജി എന്നാണ്. അപ്പോൾ ജി 0 എന്ന് സംഭവിക്കുന്നത് വെയിറ്റ് 0 ആവും. ഒരു ഫ്രീ ഫോളിൻ്റെ കേസിൽ, അതായത് അന്തരീക്ഷത്തിലൂടെ ഒരു വസ്തു ഫ്രീ ഫോളിൽ അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് വീഴുന്ന ആക്സലേഷൻ എന്ന് പറയുന്നത് 9.8 ആണെങ്കിൽ അതിന് വെയിറ്റ്ലെസ്നെസ് അനുഭവപ്പെടും. ആ സമയത്ത് അതിൻ്റെ വെയിറ്റ് 0 ആയിരിക്കും. അത് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ 5th പോയിന്റ്, ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ പ്രഷർ ഓർ അതർ ബോഡീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ദി പ്രസൻസ് ഓഫ് അതർ ബോഡീസ്. മറ്റു വസ്തുക്കളുടെ പ്രസൻസ് കൊണ്ട് ഫോഴ്സ് വ്യത്യാസപ്പെടാം, അതായത് വെയിറ്റ് വ്യത്യാസപ്പെടാം, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വ്യത്യാസപ്പെടാം. നമ്മൾ പഠിക്കുന്നുണ്ട് ഗ്രാവിറ്റേഷൻ പാഠത്തിൽ.
So these are the basic difference between mass and weight. Then the last topic is the measurement of time. So measurement of time എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം എങ്ങനെ അളക്കാൻ പറ്റും. There are various methods to measure time. Atomic clock is based on the periodic vibrations produced in a cesium atom, also called cesium clock. It has a very low error. Quartz clocks are also widely used. ഈ പറയുന്ന സീഷ്യൻ ക്ലോക്ക് അല്ലെങ്കിൽ ആറ്റമിക് ക്ലോക്കാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള സമയം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത്. നമ്മൾ പലപ്പോഴും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST, അതുപോലെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ടൈം GST എല്ലാം നമ്മൾ പറയുന്നത് ഈ ഒരു സീഷ്യൻ ക്ലോക്ക് തരുന്ന സമയത്ത് ആസ്പദമാക്കിയിട്ടാണ്. ഒരിക്കലും നമ്മുടെ കയ്യിലെ വാച്ചിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് IST പറയാൻ പറ്റില്ല. കാരണം എന്താ, നമ്മുടെ വാച്ചിൻ്റെ ബാറ്ററി കുറവായി കഴിഞ്ഞാൽ സമയം വ്യത്യാസം വരും. പക്ഷേ ഒരു ആറ്റമിക് ക്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആയിരക്കണക്കിന് വർഷങ്ങൾ കൃത്യമായ സമയം തന്നെ തന്നുകൊണ്ടിരിക്കും. ഓക്കെ. മറ്റൊന്നാണ് ക്വാർട്സ് ക്ലോക്ക്. അത് ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ വൈബ്രേഷൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ക്ലോക്കുകളാണ് ക്വാർട്സ് ക്ലോക്ക്. ഇപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വാച്ചുകളിലോ അല്ലെങ്കിൽ ക്ലോക്കുകളിലോ ഒക്കെ എഴുതിണ്ടായിരിക്കും ക്വാർട്സ് ക്ലോക്ക് എന്ന് എഴുതിണ്ടായിരിക്കും. ഒരു ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ വൈബ്രേഷൻ്റെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ക്ലോക്ക് ആയതുകൊണ്ട് അതിനെ ക്വാർട്സ് ക്ലോക്ക് എന്ന് പറയുന്നത്. പല വാച്ചിൻ്റെയും ഉള്ളിൽ ആ ഡയൽ എഴുതിണ്ടായിരിക്കും, ക്വാർട്സ് എഴുതിണ്ടായിരിക്കും. അല്ലെങ്കിൽ ചുമരിൽ തൂക്കുന്ന വാൾ ക്ലോക്ക് അതിലൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ക്വാർട്സ് എന്ന് എഴുതിണ്ടായിരിക്കും. കാരണം അത് വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ വൈബ്രേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതും താരതമ്യേന നല്ല കറക്റ്റായ സമയം തരും, പ്രൊവൈഡഡ് ബാറ്ററി കുറവല്ലെങ്കിൽ. ഓക്കെ. സോ ദീസ് ആർ ദ വാരിയസ് മെത്തേഡ്സ് ടു മെഷർ ടൈം. സോ ഹിയർ വി ഹാവ് എ ന്യൂ ടേം. എന്താണത്? ഇറ്റ് ഹാസ് എ വെരി ലോ എറർ. സോ വാട്ട് ഈസ് എറർ? സോ വി വിൽ ഡീൽ വിത്ത് എറർ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. എറർ എന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.